വയ്ക്കോ നിന്റെ വയ്ക്കോ കുത്തിക്കും. അൾത്താരയിൽ അർപ്പിക്കാനായി ഞാൻ വരുന്നു. എല്ലാം നിനക്കായി നൽകാൻ ദൈവാലയത്തിൽ വരുന്നു. അൾത്താരയിൽ അർപ്പിക്കാനായി ഞാൻ വരുന്നു. എല്ലാം നിനക്കായി നൽകാൻ ദൈവാലയത്തിൽ വരുന്നു. കർത്താവരുളിയ കൽപ്പനപോ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം. നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകയണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പനവോ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലിയർപ്പിക്കാം. അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശന് സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശന് സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും.
സ്വർഗസ്ഥിതനാം താരാനിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. മാനവൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പു സാമോദം. പരിശുദ്ധൻ നീ എന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താരാനിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗത്തിലുള്ളതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമോ ആഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങൾ കടന്ന് പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം. പാപത്തിൻ കടബാധ്യതയും അങ്ങു കഴിഞ്ഞു കൊടുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. എന്നാളെന്നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേനാമേനേക്കും. താരവസുതോരാത്മജനം റൂഹായ്ക്കും സ്തുതിയേറ്റും. ആദിമുതൽക്കും അതുപോലെ ആമേനാ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 മേ
സ്വർഗസ്ഥിതനാം താരാനിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താരാനിൻ സ്തുതിതോസ്തുതിതോഹിനാനാം ഭൂസ്വർഗങ്ങളിലിറങ്ങുന്ന സദാ പാവനങ്ങളായിരിക്കുന്നു. വാനവവൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പൂ സാമോദം. പരിശുദ്ധൻ നീയെന്നെന്നും. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രന്മാരെ
രക്ഷയുടെ സന്ദേശം ലോകത്തിന് നൽകാമെന്ന് മനസ്സിലായല്ലോ. എന്റെ കർത്താവിന്റെ ദൈവം ഏറ്റുപറഞ്ഞ് മെസ്സിഹായ്ക്ക് പൂർണ്ണമായി സമർപ്പിച്ച മാത്രമായി ഭാരതത്തിന്റെ സ്നേഹമായി വിശ്വാസത്തിനുള്ള പിതാവുമായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. മിശിഹായുടെ ദിവ്യരഹസ്യങ്ങൾ ഭക്തിയാദരപൂർവ്വം അർപ്പിക്കാനും രക്ഷയുടെ ഫലങ്ങൾ അനുഭവിക്കുവാനും ഈ ദുഃഖകാലത്തിൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥായി നയിക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും തുക ഞാൻ സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനം അങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാടും സ്തുതിയുമെന്നും. ആത്മാവേ പാടുക കർത്താവേ സ്തുതിഗീതങ്ങൾ. ജീവിതകാലം മുഴുവൻ ഗീതികൾ പാടിയിടും. ഞാനീ മണ്ണിൽ കഴിവോളം ദൈവസ്തുതികൾ പാടിയിടും. അരചനിലോ നരനൊരുവനിലോ ശരണം തേടാൻ തുനിയരുതേ. നല്ലതും തുചിതവുമല്ലോ പാടുക ദൈവ സ്തുതിഗീതം. വാഴ്ത്താമരുമേ തിരുനാമം. ദൈവം നിത്യം സ്തുത്യർഹം. ചിതറിയോരീസ്രേൽ ജനതതിയെ നാഥൻ വീണ്ടും ചേർക്കുന്നു. പണിയുന്നോശ്ലേം നഗരിയവൻ കരുണാവാരിധിയവനല്ലോ. ജനരാശികളുടെ മധ്യേന സ്തുതിഗീതം പാടിയിടും. വളരെ ജനത്തിൻ മുൻപിൽ ഞാൻ സ്തുതി പാടി വന്നിടും. പാദനുമതുപോലാത്മജലും റൂഹായ്ക്കും സ്തുതിയെന്നേക്കും. ആദിമുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. അവരുടെ സത്യത്തിലുള്ള പ്രകാശിക്കുകയും ചെയ്യുന്ന സ്വീകരിക്കാനിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരമായി സ്തുതിക്കാനും യോഗ്യരാകട്ടെ. എന്നുള്ള കാലങ്ങളായിട്ടും സൃഷ്ടാവാകുന്നു. സകലത്തിന്റെയും നാഥായി നയിക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു
അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നതും സർവാധിപനാം കർത്താവേ നിൻ സ്തുതികളും ഞങ്ങൾ പാടുന്നു. ഈശോനാഥാവിനോട് നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നിത്യനിത്യമാം ഉദ്ധാരണം നീ അരുളുന്നു. അക്ഷരമായ ഹൃദയാത്മാവിൽ പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതലേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മധ്യവ നിത്യമോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമാകും ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി നിങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിനെയും നാഥായിരിക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. ആദിമുതൽ എന്നേക്കും ആമേൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധനെ സംപ്രീതമായി വസിക്കുന്ന വിശുദ്ധനും സ്തുത്യർഹനും ബലവാനും നിവർത്തിനുമായ കർത്താവേ, അവയുടെ സ്വഭാവത്തിനൊത്തു പറഞ്ഞപ്പോൾ നിങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് നന്മയാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധനായ സർവേശ്വരായ നയിക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലുള്ള വായന 2-ാം അധ്യായം 8 മുതൽ 17 വരെ വാക്യങ്ങൾ. അവിടുന്ന് കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ രൂപം കൊടുത്ത മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു. കാഴ്ചയ്ക്ക് കൗതുകവും ഭക്ഷിക്കാൻ സ്വാദുമുള്ള പഴങ്ങൾ കായ്ക്കുന്ന എല്ലാ തരം വൃക്ഷങ്ങളും അവിടുന്ന് മണ്ണിൽ നിന്ന് പുറപ്പെടുവിച്ചു. ജീവന്റെ വൃക്ഷവും നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും തോട്ടത്തിന്റെ നടുവിൽ അവിടുന്ന് വളർത്തി. തോട്ടം നനയ്ക്കാൻ ഏദനിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടു. അവിടെ വെച്ച് അത് 4 കൈവഴികളായി പിരിഞ്ഞു. ഒന്നാമത്തേതിൻ്റെ പേര് പിഷോൺ. അത് സ്വർണത്തിന്റെ നാടായ ഹവില മുഴുവൻ ചുറ്റി ഒഴുകുന്നു. ആ നാട്ടിലെ സ്വർണം മേൽത്തരമാണ്. അവിടെ സുഗന്ധദ്രവ്യങ്ങളും പവിഴക്കല്ലുകളുമുണ്ട്. രണ്ടാമത്തെ നദിയുടെ പേര് കിഹോൺ. അത് കുഷ് എന്ന നാടിനെ ചുറ്റിയൊഴുകുന്നു.
മൂന്നാമത്തെ നദിയുടെ പേര് ടൈഗ്രീസ്. അത് അസീറിയയുടെ കിഴക്ക് ഭാഗത്തുകൂടി ഒഴുകുന്നു. നാലാമത്തെ നദി യൂഫ്രട്ടീസ്. ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി. അവിടുന്ന് അവനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചുകൊള്ളുക, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്. തിന്നുന്ന ദിവസം നീ മരിക്കും. ദൈവമായ കർത്താവിന് സ്തുതി. ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യമാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ ധന്യം തോന്നാൻ സ്നേഹാലം നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഈ വേദികയിൽ. മാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ ധന്യൻ തോമാശ്രീകാരൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ. സ്തുതിയുണ്ടാവട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ ധന്യൻ തോമാശ്രീകാരൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ. അതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ ധന്യൻ തോമാശ്രീകാരൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും ലക്ഷ്യം ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആമേൻ. സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം അധ്യായം 2 19 മുതലുള്ള തിരുവചനങ്ങൾ കർത്താവെ ആശീർവദിക്കണം. അനുഗ്രഹിക്കട്ടെ. ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരാവുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ ഭവനം ഒന്നാകെ സമുന്നയിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ പാടിയിടുന്നേ. ഹല്ലേലൂയ 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 പാടിയിടുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ നല്ലൊരാശയമനതാരിൽ വന്നുതിരഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനൊഴുക്കിടട്ടെ. യജമാനുഗ്രഹ പൂരിത കവിതൻ തുണിക പോയെന്നാവിപ്പോൾ താരനുമതുപോൽ സുരനും
പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭരിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ. പാടിടുന്നേ. ഹല്ലേലൂയ. 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 പാടിടുന്നേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രദ്ധിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടുകൂടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാന്റെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 12 പേരിലൊരുവനും ദിദിമോസ് വിളിക്കപ്പെടുന്നവനായ തോമസ് ഈശോയോടൊപ്പം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവന്റെ കൈകളിൽ അവരുടെ ബന്ധുക്കൾ ഞാൻ കാണുകയും അവയുടെ നിലനിടുകയും അവന്റെ പാർശ്വത്തിൽ എന്റെ കൈവയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവന്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോ തോമസും അവനോടുകൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. ഈശോ അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ കൂടെ കൊണ്ടുവരിക, എന്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി നിന്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. ഈശോ അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ ഏറ്റവും സ്നേഹമുള്ളവരെ, എല്ലാവർക്കും ദുഃഖാന തിരുനാളിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വമായിരുന്നു. നമ്മളുടെ വിശ്വാസത്തിന്റെ പിതാവാണ് തോമസ് ലീഹ. അതുകൊണ്ട് തന്നെ തോമസ് ലീഹയുടെ ദുഃഖാന തിരുനാൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആത്മീയതയുടെ ഏറ്റവും വലിയ ആഘോഷമാണ്. അതുകൊണ്ട് തിരുനാളിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും സ്നേഹപൂർവ്വം നേരുന്നു. നമ്മൾ വായിച്ചു കേട്ടത് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നാണ്. തോമസ് ലീഹയെ കുറിച്ച് എവിടെയെങ്കിലുമൊക്കെ കാര്യമായിട്ട് പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. ഏതാണ്ട് 3 സ്ഥലത്താണ് നമ്മൾ തോമസ് ലീഹയെ കുറിച്ചുള്ള വിവരണങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുക. ആദ്യമായിട്ട് കാണുന്നത് ലാസർ മരിക്കാനായിട്ട് പോകുന്നതെന്നറിഞ്ഞ് ഈശോ ലാസറിനെ കാണാനായിട്ട് പുറപ്പെടുമ്പോൾ മറ്റു ശിഷ്യന്മാരൊക്കെ ഈശോയെ തടഞ്ഞുകൊണ്ട് പറയുന്നു, യഹൂദർ നിന്നെ കൊല്ലാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് നീ പോയി അവരുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുന്നത് നിന്റെ ജീവന സുരക്ഷയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവനോടുകൂടെ പോയി മരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തനിക്ക് പ്രിയപ്പെട്ട ഈശോയുടെ കൂടെ കൂടി മരിക്കാനായിട്ട് ഈശോയുടെ ഒപ്പം ചേർന്ന് മരിക്കാനായിട്ട് സന്നദ്ധനാകുന്ന തോമസ് ലീഹയാണ് നമ്മുടെ സുവിശേഷത്തിൽ ആദ്യം കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വെറുതെ വായിക്കുമ്പോൾ അതിൽ കൂടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ഈശോ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ എന്നുള്ള ഒരു പ്രയോഗം നമ്മൾ കാണാറുണ്ട്. സുവിശേഷത്തിന്റെ ഏതാണ്ട് അവസാനം എത്തി നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് യോഹന്നാൻ ശ്ലീഹ തന്നെയാണ്. പക്ഷെ ഈ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാവും. ഈശോയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ശിഷ്യനാരെന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി അത് തോമസ് ലീഹ ആയിരുന്നു എന്നാണ്. കാരണം ഈശോയുടെ കൂടെ പോയി മരിക്കാനായിട്ടുള്ള സന്നദ്ധത കാണിക്കുന്ന ആളാണ് തോമസ് ലീഹ. പിന്നീട് മുന്നോട്ട് വരുമ്പോൾ ഈശോ താൻ പോകുന്ന ഇടത്തേക്കുള്ള കാര്യങ്ങള്, സ്വർഗത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, സ്വർഗത്തെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നടത്തുമ്പോൾ തോമസ് ലീഹ നിസ്സാരമായിട്ട് ചോദിക്കുന്നുണ്ട്, നിഷ്കളങ്കതയോടെ ചോദിക്കുന്നുണ്ട്, കർത്താവ് നീ എങ്ങോട്ട് പോകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയുമെന്ന്. മറ്റുള്ള ശിഷ്യന്മാരൊന്നും ഈ ചോദ്യം ചോദിച്ചില്ല. കാരണം തോമസ് ലീഹയെ സംബന്ധിച്ചിടത്തോളം ഈശോ എങ്ങോട്ട് പോകണമെന്ന് അറിയുമായിരുന്നു, എന്നാലേ ആ വഴി അറിയുകയുള്ളൂ, എന്നാലേ ഈശോയുടെ കൂടെ എപ്പോഴും ആയിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈശോയുടെ കൂടെ എപ്പോഴും ആയിരിക്കാനായിട്ട് ആഗ്രഹിച്ചതുകൊണ്ട് ഈശോ എവിടെ പോയാലും അവരെല്ലാം ആയിരിക്കാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ് തോമസ് ലീഹ നിഷ്കളങ്കമായിട്ട് ഈ വഴി പോലും ചോദിക്കുന്നത്. മൂന്നാമതായിട്ട് തോമസ് ലീഹയെ കണ്ടുമുട്ടുന്നത് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട സുവിശേഷത്തിലാണ്. ഒരുപക്ഷെ ഇത് കഴിഞ്ഞിട്ട് കഴിയുമ്പോൾ നമ്മളെല്ലാം പൊതുവെ പറയുന്നുണ്ട് തോമസ് ലീഹ സംശയാലുവാണ്, സംശയിക്കുന്ന ഡൗട്ടിങ് തോമസ് എന്നൊക്കെ വിളിക്കാറുണ്ട്. സ്നേഹമുള്ളവരെ, തോമസ് ലീഹയുടെ സംശയം എന്നതിനേക്കാളുപരി തോമസ് ലീഹയുടെ ഈശോയോടുള്ള സ്നേഹമാണ് ഇവിടെ പ്രകടമാകുന്നത്. നമ്മൾ
വെറുതെ ഈ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് തോമസ് ലീഹയുടെ മറ്റൊരു ക്വാളിറ്റി കൂടി മനസ്സിലാകും. മറ്റു ശിഷ്യന്മാരെല്ലാം ഭയചകിതരായിട്ട് മുറിയിൽ കഥ അടച്ചിരിക്കുമ്പോൾ ധൈര്യപൂർവ്വം പുറത്തിറങ്ങി നടന്ന ധൈര്യശാലിയായിരുന്നു തോമസ് ലീഹ. അതോടൊപ്പം തന്നെ തോമസ് ലീഹ എന്തുകൊണ്ട് ഈ ചോദ്യം ചോദിച്ചു, ശിഷ്യന്മാരുടെ മുമ്പിൽ ഇങ്ങനെ സംശയിച്ചു എന്ന് ചോദിച്ചാൽ അതിന് സുവിശേഷം നൽകുന്ന ഒരു മറുപടിയുള്ളൂ. തോമസ് ലീഹയെ സംബന്ധിച്ചിടത്തോളം തോമസ് ലീഹയ്ക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്. ജീവിതകാലത്ത് മരണം വരെ ഈശോയോട് കൂടെ ചേർന്ന് ജീവിച്ച ആളാണ് ഞാൻ. ഈശോയോട് കൂടെ മരിക്കാനായിട്ട് സന്നദ്ധനായ ആളാണ് ഞാൻ. ഈശോയുടെ കൂടെ എപ്പോഴും ആയിരിക്കാൻ ആഗ്രഹിച്ച ആളാണ് ഞാൻ. അങ്ങനെ ഈശോയെ ഇത്രയധികം സ്നേഹിക്കുന്ന ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയപ്പോ ആ ഗ്യാപ്പിൽ ഈശോ വന്ന് മറ്റെല്ലാ ശിഷ്യന്മാർക്കും ദർശനം കൊടുത്തു എന്ന് വിശ്വസിക്കാനായിട്ടുള്ള ഇത് തോമസ് ലീഹയ്ക്ക് ഇല്ലായിരുന്നവരാണ് തോമസ് ലീഹ വിശ്വസിക്കാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ അതിന് കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് ദർശനം കിട്ടുമ്പോഴാണ്. ഈശോ 8-ാം ദിവസം വീണ്ടും തോമസ് ലീഹയുടെ സാന്നിധ്യത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളെ കുറിച്ച് തൊട്ട് വിശ്വസിച്ച തോമസ് എന്ന് പറയുന്നു. ഈശോയുടെ തിരുവരായിൽ നിന്ന് തൊട്ട് നിൽക്കുന്ന തോമസ് ലീഹയുടെ ഫോട്ടോ നമ്മൾ ഒരുപാട് കാണാറുണ്ട്. പക്ഷെ സുവിശേഷത്തിൽ ഒരിടത്തും നമ്മൾ കാണുന്നില്ല തോമസ് ലീഹ പോയി തൊട്ട് നോക്കുന്നതായിട്ട്. മറിച്ച് ഈശോ തൊടാനായിട്ട് പറയുന്നു, എന്റെ കൈകളും കാലുകളും കാണുക, പാർശ്വത്തിൽ വീടുക എന്നൊക്കെ പറയുന്നു. പക്ഷെ തോമസ് ലീഹ തൊടാനായിട്ട് പോകുന്നില്ല. തോമസ് ലീഹ അപ്പോൾ തന്നെ തന്റെ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. തോമസ് ലീഹയുടെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, തോമസ് ലീഹ എന്തുകൊണ്ടാണ് അപ്പോൾ തന്നെ ഈ വിശ്വാസം പ്രഖ്യാപിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈശോ വന്നത് തോമസ് ലീഹ ഇല്ലായിരുന്നപ്പോഴായിരുന്നു. പക്ഷെ തോമസ് ലീഹ തിരിച്ച് ശിഷ്യന്മാരുടെ അടുത്തെത്തിയപ്പോൾ അവിടെ ഈശോ ഇല്ലായിരുന്നു എന്നാണ് തോമസ് ലീഹ വിശ്വസിച്ചത്. അതുകൊണ്ടാണ് അവൻ സംശയിച്ചത്. പക്ഷെ അവിടെ ഈശോ ഉണ്ടായിരുന്നതുകൊണ്ടാണ് തോമസ് ലീഹ മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യം അടുത്ത തവണ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈശോ വീണ്ടും ഓർമ്മിപ്പിച്ചത്. അതുകൊണ്ട് ഈശോ ഇല്ലായിരുന്നു, ഈശോ തന്നോടുകൂടി ഇല്ലായിരുന്നു, താൻ തിരിച്ച് ഈ സമൂഹത്തിലേക്ക് വന്നപ്പോൾ ഈശോ ഇല്ലായിരുന്നു എന്നുള്ളതായിരുന്നു തോമസ് ലീഹയുടെ ഒരു പ്രശ്നം. അത് ക്ലാരിഫൈ ചെയ്ത് കിട്ടുന്നത് ഈ പ്രത്യക്ഷപ്പെട്ട് കഴിയുമ്പോഴാണ്. പ്രത്യക്ഷപ്പെട്ട് കഴിയുമ്പോൾ ഈശോ നീ വന്ന് എന്റെ പാർശ്വത്തിൽ സ്പർശിക്കുക, എന്റെ വിരലുകളും കൈകളും കാണുക എന്ന് പറയുമ്പോൾ തോമസ് ലീഹയ്ക്ക് മനസ്സിലായി, അന്ന് താൻ പുറത്തു പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഈശോയെ താൻ കണ്ടില്ലെങ്കിലും തന്നോടുകൂടി ഈശോ ഉണ്ടായിരുന്നു, നമ്മുടെ സമൂഹത്തിൽ ഈശോ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഈശോ ഉണ്ടായിരുന്നു. ഈശോ ഞാൻ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ അറിയുന്നുണ്ട്. എന്റെ മനസ്സിലെ ചിന്തയും വിചാരങ്ങളും പോലും ഈശോ അറിയുന്നുണ്ട്. എപ്പോഴും ഈശോ ഞാൻ കൂടെ അല്ലെങ്കിൽ പോലും ഈശോ എന്റെ കൂടെയാണ് എന്നുള്ള ഒരു അവബോധം തോമസ് ലീഹയ്ക്ക് കിട്ടി. ആ അവബോധം കിട്ടിയപ്പോഴാണ് തോമസ് ലീഹ എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് ഉറക്കെ വിളിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വിശ്വാസം എന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് ഇത് തന്നെയാണ്. ഈശോ നമ്മളുടെ കൂടെയുണ്ട്, ഈശോ നമ്മളുടെ കൂടെ ജീവിക്കുന്നു, നമ്മളെ എപ്പോഴും പരിപാലിക്കുന്നു. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും, ഈശോയുടെ പദ്ധതിക്ക് വെളിയിലുള്ളതൊന്നും എന്റെ ജീവിതത്തിൽ നടക്കുന്നില്ല എന്നുള്ള ഒരു വലിയ ദൈവ പരിപാലനയുടെ അവബോധത്തിന്റെ പേരാണ് വിശ്വാസം. നമ്മൾ വിചാരിക്കും വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമുക്കുള്ള ചില ഭൗതികമായ ബോധ്യങ്ങളാണ്. ഈശോ ദൈവപുത്രനാണ്, അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സജീവ സാന്നിധ്യമുണ്ട്, ഈശോ മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്തു, ഇങ്ങനെയുള്ള ഭൗതികമായ കാര്യങ്ങളാണ് വിശ്വാസം നമ്മൾ തെറ്റിദ്ധരിക്കും. പക്ഷെ അത് വിശ്വാസ സത്യങ്ങളാണ്. അത് ഒരു ഭൗതികമായ തലം മാത്രമാണ്. അത് മാത്രമുള്ളവരെ ഒരിക്കലും നമുക്ക് വിശ്വാസം എന്ന് പറയാൻ കഴിയില്ല. കാരണം നമുക്കറിയാം, പിശാചിൽ പലപ്പോഴും സുവിശേഷത്തിൽ പലതവണ നീ ദൈവപുത്രനാണെന്ന് ഏറ്റു പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ ഫ്രീമേസണറി ചെയ്യുന്നവര്, സാത്താനാരാധന നടത്തുന്നവര് പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യത്തെ കുറിച്ച് ഒരുപക്ഷെ നമ്മളെക്കാൾ നന്നായിട്ട് അവർക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് അവര് കൃത്യമായിട്ട് അത് എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോ വിശ്വാസ സത്യങ്ങളിലുള്ള ബോധ്യം എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വാസവുമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. മറിച്ച് വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവ പരിപാലനയിലുള്ള അടിയുറച്ച ബോധ്യത്തിന്റെ പേരാണ് വിശ്വാസം. അത് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ചാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. ശരിക്കും ഈ വിശ്വാസം നമുക്ക് മാറ്റുരച്ച് നോക്കപ്പെടുന്ന അവസരങ്ങളാണ് ജീവിതത്തിലെ സഹനത്തിന്റെ അവസരങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ, വീഴ്ചകൾ സംഭവിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരുടെ മരണം, നമ്മളോട് ചേർന്ന് നിന്നിരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അകാരണമായ മരണം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, ഈ സഹനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഈ ദുരിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ രണ്ട് ഓപ്ഷനുണ്ട്. ഇതിൽ
നമ്മുടെ വിശ്വാസം വിജയിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ചേർത്ത് പിടിച്ച് ഇതെന്റെ ദൈവത്തിന്റെ പദ്ധതിയാണ്, എന്റെ ജീവിതത്തിൽ നടന്ന പരാജയം, എന്റെ ജീവിതത്തിൽ നടന്ന ഈ അകാരണമായിട്ട് നടന്ന ചില വേർപാടുകൾ, ഇതൊക്കെ എന്റെ ദൈവത്തിന്റെ പദ്ധതിയാണ്, എന്റെ ദൈവം അറിയാതെ ഇരുന്നു എന്റെ ജീവിതത്തിൽ സംഭവിച്ചതല്ല എന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മൾ അചഞ്ചലരായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. അതേസമയം വിശ്വാസത്തിൽ പരാജയപ്പെടുന്നവര് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, അവരിങ്ങനെ ജീവിതത്തിൽ ഒരു വേദന വരുമ്പോൾ, ഒരു പരാജയം വരുമ്പോൾ, ഒരു തകർച്ച വരുമ്പോൾ അവർ ചോദിക്കുന്ന, പരാജയപ്പെടുന്നവരുടെ ആദ്യ ചോദ്യം ഇങ്ങനെയാണ് ദൈവത്തോട്: ദൈവമേ, ഞാൻ ഇത്രയും കാലം നിന്നോട് ചേർന്ന് നിന്നു, ഇത്രയും ഒക്കെ പ്രാർത്ഥിച്ചു, എന്റെ കൂടെ ഉള്ളവരെക്കാളൊക്കെ കൂടുതൽ സമയം നിനക്ക് ഞാൻ സമർപ്പിച്ചു, എന്നിട്ടും എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇത് എന്ന് ചോദിക്കുമ്പോൾ അത് വിശ്വാസം പരാജയപ്പെട്ട് നിൽക്കുന്നവരുടെ ചോദ്യമാണ്. കാരണം എന്താണ്? വിശ്വാസത്തിൽ വിജയിച്ചു നിൽക്കുന്നവരെ സംബന്ധിച്ചോളം ജീവിതത്തിൽ നടക്കുന്നത് എന്തും എന്റെ ദൈവത്തിന്റെ പദ്ധതിയാണ്, എന്റെ ദൈവത്തിന്റെ കാഴ്ചയിൽ നിന്ന് മറിഞ്ഞ് എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള ഒരു ബോധ്യത്തിന്റെ പേരാണ് വിശ്വാസം. സ്നേഹമുള്ളവരെ, ഈ വിശ്വാസം നമുക്ക് ഉണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന ചെയ്യാം. ജീവിതത്തിൽ സംഭവിക്കുന്ന പരാജയങ്ങളെ, തകർച്ചകളെ, അപ്രതീക്ഷിതമായ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദുരിതങ്ങളില് നമ്മൾ എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. രണ്ടാമതായിട്ട്, വിശ്വാസം എന്ന് പറയുന്നത് എപ്പോഴും പകർന്നു കൊടുക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് തോമസ് ലീഹ പകർന്നു വന്ന വിശ്വാസം നമ്മളിൽ എത്തി നിൽക്കുകയാണ്. നമ്മളിത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൃത്യമായിട്ട് പകർന്നു കൊടുക്കുന്നു. ഇതൊരു വെളിച്ചം പോലെയാണ്, പ്രകാശം പോലെയാണ്, പരസ്പരം പകരപ്പെടുന്ന തിരി പോലെയാണ് വിശ്വാസം. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത്, അത് നമ്മളിൽ ഈ വിശ്വാസം, ഈ തുടർന്നു വരുന്ന ഈ സക്സഷൻ, ഈ ചെയിൻ നമ്മളോട് എത്തി അവസാനിക്കുകയാണെന്ന് നമ്മൾ എപ്പോഴും പരിശോധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് മറ്റൊന്നുമല്ല, വിശ്വാസം. നമ്മൾ അവർക്ക് പണം കൊടുത്തു, സാമ്പത്തിക സുരക്ഷിതത്വം കൊടുത്തു. ഒരു തകർച്ച വരുമ്പോൾ അവർക്കറിയാവുന്ന സൊല്യൂഷനുകൾ അന്വേഷിക്കും. അവർക്ക് ജീവിതത്തിൽ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാനായിട്ട് പറ്റാതെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ജീവിതം അവസാനിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്. പക്ഷെ വിശ്വാസം നിങ്ങൾ കൊടുത്താൽ ജീവിതത്തിൽ കഷ്ടതകളുണ്ടായാലും, തകർച്ചകളുണ്ടായാലും, വേദനകളുണ്ടായാലും അതിനെ അതിജീവിച്ച് പുറത്തു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസം പകർന്നു കൊടുക്കാൻ 2000 വർഷങ്ങൾക്ക് പുറകിൽ നിന്ന് നമ്മളിലേക്ക് എത്തിയ വിശ്വാസം, നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് പകർന്നു തന്ന വിശ്വാസം നമ്മൾ അടുത്ത തലമുറയ്ക്ക് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട് എന്ന് നമ്മൾ ഹൃദയത്തിൽ എപ്പോഴും സൂക്ഷിക്കുക, അതിനായിട്ട് ശ്രദ്ധിക്കുക. ചില കൾച്ചറുകളൊക്കെ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ രൂപപ്പെടുത്തേണ്ടതുണ്ട്. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന, നമ്മളൊരു ഞായറാഴ്ചയെ ഗൗരവമായിട്ട് കാണുന്ന ഒരു കൾച്ചറൊക്കെ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. ശനിയാഴ്ച ദിവസം പറ്റുമെങ്കിൽ വൈകുന്നേരം ഏതെങ്കിലും ഒരു ആശ്രമത്തിലേക്ക് കുടുംബം ഒന്നിച്ച് പോയിട്ട് കുറച്ചു നേരം പ്രാർത്ഥിച്ച്, കുമ്പസാരിച്ച്, എല്ലാവരും കുമ്പസാരിച്ച്, ഒരുമിച്ച് കുമ്പസാരിച്ച് ഞായറാഴ്ചക്കായിട്ടൊക്കെ ഒരുങ്ങുന്ന ഒരു ഞായറാഴ്ച കൾച്ചർ, സാബത്ത് കൾച്ചർ, ഇതൊക്കെ നമ്മൾ രൂപപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ കൃത്യമായിട്ട് കുഞ്ഞുങ്ങളുടെ കുമ്പസാരം, അതുപോലെ തന്നെ അവരുടെ കൂതാശ സ്വീകരണങ്ങൾ, ഇതൊക്കെ അവർ നടത്തുന്നുണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങളെക്കാൾ ഉപരി നമ്മുടെ മക്കള് കണ്ടുകളിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ വിശ്വാസമാണ്. നമ്മൾ മുട്ടുകുത്തിന്ന് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നമ്മളൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് പലപ്പോഴും പല മാതാപിതാക്കളുടെയും സങ്കടമാണ്, എൻ്റെ മക്കള് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നില്ല. നമ്മൾ പുറകിലെ കസേരയിൽ വളരെ സുരക്ഷിതരായിട്ട് അല്പം ചാരി ഇരുന്ന് കൊണ്ടിരുന്നിട്ട് മക്കൾ മുട്ടുകുത്തുന്നില്ല എന്ന് പറയാതെ നമ്മുടെ രൂപത്തിന് മുമ്പിൽ ഏറ്റവും മുന്നിൽ വന്നിട്ട് മുട്ടുകുത്തി കൈവരിച്ച് പിടിച്ചെന്ന ഏത് കുഞ്ഞു കൊച്ചായിക്കോട്ടെ നമ്മുടെ തൊട്ടടുത്ത് വന്നെന്ന് അവരും അതുപോലെ തന്നെ അനുകരിക്കാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് വിശ്വാസം നമ്മളായിരിക്കണം ഏറ്റവും നല്ല മാതൃക. കുഞ്ഞുങ്ങൾക്ക് വിശ്വാസത്തിന്റെ മാതൃക നമ്മളായിരിക്കണം. ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കൂട്ടി, ജീവിത പങ്കാളിയും കൂട്ടി ഏതെങ്കിലും പള്ളിയിൽ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്നിടത്ത് കുറെ നേരം പോയിരുന്നു പ്രാർത്ഥിക്കാനായിട്ട്. അങ്ങനെ ആ പ്രതിസന്ധിയെ നമ്മൾ അതിജീവിക്കുന്ന കാണുന്ന നമ്മുടെ കുഞ്ഞുങ്ങള് ഭാവിയിൽ അവർക്കൊരു പ്രതിസന്ധി വരുമ്പോഴും അവരെന്ത് ചെയ്യും? അപ്പൻ ഉപയോഗിച്ച അതേ മെത്തേഡ് അവർ ഉപയോഗിക്കും. കാരണം അവരുടെ ജീവിതത്തിൽ അവർ കണ്ടതാണ് ഏത് സങ്കടത്തിലൂടെയാണ് എൻ്റെ അപ്പൻ കടന്നുപോയത്, എങ്ങനെയാണ് എൻ്റെ അപ്പൻ അതിനെ അതിജീവിച്ചത്. നാളെ അവരുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അവർ നേരെ അതായിരിക്കും അനുകരിക്കുക. അവർ നേരെ പരിശുദ്ധ കുർബാനയുള്ള ഏതെങ്കിലും ഒരു ചാപ്പലിലേക്ക് പോകും, കുറെ നേരം പ്രാർത്ഥിക്കും, അവരുടെ ജീവിതത്തിൽ ആശ്വാസം ലഭിക്കും. പിന്നീട് ഒരിക്കലും അവരുടെ ജീവിതത്തിൽ നിന്ന് ആ ഒരു ശീലം മാറിപ്പോവുകയില്ല.
അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് വിശ്വാസമാണ്. അത് അല്പം പോലും കുറയാതെ നമ്മുടെ അടുത്ത തലമുറയിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മളിൽ എത്തി നിൽപ്പുണ്ട്. നമ്മൾ വിശ്വാസം ജീവിച്ച് കടന്നുപോയാൽ മാത്രം പോരാ, വിശ്വാസം പകർന്നു കൊടുക്കേണ്ടത് കൂടിയാണ് എന്ന കാര്യം നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. വഴിയും സത്യവും ജീവനും ഞാനാവുന്നു എന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയ മിശിഹായെ, നിന്നെ ഞങ്ങളുടെ സർവസ്വമായി സ്വീകരിച്ച് ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് നിന്നിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ തോമാസ് സ്ലീഹായെ പോലെ കർത്താവും ദൈവവുമായി നിന്നെ ഏറ്റുപറയാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കും അവനോട് കൂടെ പോയി മരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ധീരതയോടെ നിന്നെ അനുഗമിച്ച തോമാസ് സ്ലീഹായെ പോലെ നിന്നെ പ്രതി ജീവൻ പോലും ത്യജിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പിതാവായ തോമാസ് സ്ലീഹയുടെ മാതൃക അനുകരിച്ച് സത്യവിശ്വാസത്തിന് വേണ്ടി മരിക്കാൻ സന്നദ്ധരായ അനേകം മിഷണറിമാരെ സഭയ്ക്ക് നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഭാരതത്തിന്റെ സ്ലീഹായ ഞങ്ങളുടെ പിതാവുമായ തോമാസ് സ്ലീഹായോടുകൂടെ നീതിമാന്മാരുടെ ഉയർപ്പിൽ ഞങ്ങൾക്ക് ഓഹരിയും ഭാഗഭാഗിത്വവും നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈശോയുടെ സഭ മുഴുവനെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ലയോ പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലിത്തായെയും ഞങ്ങളുടെ അതിരൂപത അഡ്മിനിസ്ട്രേറ്റർമാർ ജോസഫ് മെത്രാപ്പൊലിത്തായെയും മറ്റുള്ള മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് കർത്താവെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവായ മിശിഹായ നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ നാമങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരേകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജങ്ങളായ ജനം മുഴുവന്റെ കടങ്ങളുടെ ബോധിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കയ്യൊപ്പിനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവേൻ. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായ പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങയുടേതാവുന്നു. ദൈവ സ്വഭാവത്തിൽ അംഗമായെന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കൈവപ്പ് വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാ ശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. കർത്താവെ, അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുത്ത ഈ ജനത്തിന്റെയും മേലുണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ചേർന്ന് ഞങ്ങളെ അങ്ങുമാരെ ബലപ്പെടുത്തുന്ന നിങ്ങളുടെ പ്രവർത്തികളാ ജീവിതകാലം മുഴുവൻ അങ്ങയെ ദോഷിതം പ്രീതപ്പെടുത്തുവാൻ നിങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധനുമായ സർവേശ്വര എന്നേക്കും ആമേൻ. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. ഭയങ്ങളുടണ
ചിലരുമൊന്നായി സന്നിധിയിൽ വാനവനിരയോട് ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. പാടിടട്ടെ സകർമ്മികളെയും നമ്മുടെ കൂടെ കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുരസിക്കുന്നു. ശരണം തേടുന്നു തിരുസന്നിധിയിൽ ഹൃദയങ്ങൾ ചൊരിയൊലിരന്നേക്കും നോവും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ ഓതാൻ നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സർവസൃഷ്ടികൾക്കുമുള്ള ഗജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകപ്രാവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടി ഏകസത്തയാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിനെ വലഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശൈലവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനും ശരീരത്തിനും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു.
ആമേൻ. സകലത്തിനെയും നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാർത്യാക്യസ്മാരും മേജർ ആർച്ച് ബിഷപ്പാരും മെത്രാപ്പോലീത്താമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. എന്റെ സഹോദരനെ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകലത്തിലെയും നാഥനായ ദൈവം തന്റെ ഇഷ്ടം നിറവേറ്റാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാവുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യതരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. ലോകത്തിൽ സമാധാനം ഉണ്ടാകാനും വത്സരത്തിലെ വിവിധ കാലങ്ങൾ അങ്ങയുടെ കൃപയാൽ അനുഗ്രഹീതവും ഐശ്വര്യപൂർണ്ണമാകാനും വേണ്ടി ഈ ബലി അങ്ങ് കൈക്കൊള്ളണമേ. അങ്ങയുടെ സന്നിധിയിൽ അർപ്പിക്കപ്പെടുന്ന ഈ കുർബാനയുടെ സ്വീകരണത്തിന് യോഗ്യരായ എല്ലാ സഭാതനിയർക്കു വേണ്ടി ഇപ്പോൾ തിരുമുമ്പിൽ നിൽക്കുന്ന അങ്ങയുടെ ദാസന്മാർക്കും ദാസികൾക്കും ഞങ്ങൾക്കും മറ്റെല്ലാവർക്കും വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ എന്നേക്കും. ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമർത്ഥമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും സഹവാസവും നമ്മോട് ഉണ്ടാവട്ടെ. ഉയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിച്ചു. ന്യായവുമാണതു യുക്തവുമാം ന്യായവുമാണതു യുക്തവുമാം ന്യായവുമാണതു യുക്തവുമാം
സമാധാനം നമ്മോട് കൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമായ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അവതരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. പരിശുദ്ധൻ മന്ദം മന്നവരുടെ മഹിമകളാ ഉന്നത വീതിയിലോശാന ദാവീദിൻ സുതരോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോളും ധന്യൻ ഉന്നത വീതിയിലോശാന ഓശാന. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ നവരോഹിതത്തെ അവിടുന്ന് സർവ്വവാസത്തിൽ മഹത്വപ്പെടുത്തട്ടെ. അങ്ങയ്ക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും അവിടുത്തെ കൃപയും അനുഗ്രഹവും പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ലോകം മുഴുവന് വേണ്ടിയും അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇടയവരും ബലഹീനരും ആകുലരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവെ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു, വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി
ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർലയോ 14 പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ബിഷപ്പ് മാറാഫായെയും മെത്രാപ്പൊലീത്തായ്ക്കും ഞങ്ങളുടെ അതിരൂപതയുടെ മെത്രാപ്പൊലീത്തൻ വികാരി മറിയൗസേൻ മെത്രാപ്പൊലീത്തായ്ക്കും പുരോഹിതന്മാർ, പ്രശംസകന്മാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ധവരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നദ്ധിയിൽ പ്രീതികരമായി പ്രവർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാനയെന്ന് സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനും കൃപാധിക്യത്തിനും യോജിച്ചവരും അങ്ങയുടെ ജനത്തോട് വിളയകളായി എന്നോട് വർത്തിക്കണമേ. എന്റെ പാപങ്ങൾക്ക് തെറ്റുകൾക്ക് തക്കവിധം അങ്ങ് പ്രവർത്തിക്കരുതേ. അങ്ങയുടെ കൃപയാൽ യഥാർത്ഥ വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്ന ഈ തിരുശരീരം വഴി ഞാനും ഇവരും കടങ്ങളുടെ പ്രവൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും യോഗ്യരാകട്ടെ. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരനെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, അവൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെ പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശുമിശിഹായെ അയച്ചെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രന്മാർ, പുരോഹിതന്മാർ, പ്രശംസകന്മാർ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളും എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ശംസിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ താമസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തുള്ള വലിയ പ്രത്യാശയും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരം ഞങ്ങൾ അർപ്പിക്കും. സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ആമേൻ. ആമേൻ. സ്വർഗ്ഗത്തിൽ
വസിക്കുന്നവനെ അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകളെ ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണുകൾ നാഥയുടെ പക്കലേക്കും ദാസിയുടെ കണ്ണുകൾ നാഥയുടെ പക്കലേക്കും എന്നതുപോലെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ. അതുവരെ ഞങ്ങൾ തന്നെ നോക്കിയിരിക്കും. കർത്താവേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ, ഞങ്ങളോട് കരുണ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളൂ, എന്നിൽ നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗം നിശ്ചയമാ. നിന്റെ തിരുവിഷ്ടം നിറവേറ്റുന്ന ശുശ്രൂഷകന്മാർ, ഉന്നതദൂതന്മാർ ബലിപീഠത്തിങ്കൽ ആദരവോടെ നിൽക്കുന്നു, ഭയഭക്തിയോടെ നോക്കുന്നു, പാവകങ്ങൾ പോക്കിടുവാൻ കർത്താവിനെ വിഭജിക്കും, വൈദികനെ വീക്ഷിച്ചിടുന്നു. ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചും കൊണ്ട് നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോടെ കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോട് ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം നിങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയവും പ്രസന്നവനും നിഷ്കളങ്കരുമായി വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ
ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടല്ല രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. കർത്താവേ, സത്യനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനങ്ങളിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിലോടത്തേക്ക് നിന്റെ ഓർമ്മദിനം മഹനീയമാകുന്നു. നിന്റെ രക്തസാക്ഷിത്വം അതിലുപരി മഹനീയമാകുന്നു. മഹത്വത്തിന്റെ സിംഹാസനം നിനക്കായി ഒരുക്കപ്പെട്ടു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നിനക്കായി സ്വർഗത്തിൽ വിജയകിരീടം ഒരുക്കി. നിന്നെ തെരഞ്ഞെടുത്ത് തന്റെ ദാനങ്ങളാൽ സമ്പന്നനാക്കിയ ദൈവത്തിന് ക്രോധന്മാർ മഹത്വം അർപ്പിക്കുന്നു. അവരോട് ചേർന്ന് ഞങ്ങളും ഹല്ലേലൂയ പാടി സ്തുതിക്കുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേശ്വരൻ സിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ. ആധ്യാത്മികനായ വ്യാപാരി, നിന്റെ കർത്താവിൽ നിന്ന് നീ കക്ര സ്വീകരിച്ചു. അവന്റെ അഭിഷ്ടത്തിനൊത്ത് വ്യാപാരം ചെയ്തവനെ അവൻ തന്നെ നിന്നെ തന്റെ രാജ്യത്തിലേക്ക് ക്ഷണിച്ചു. നിന്നെ തിരഞ്ഞെടുത്ത തന്റെ ഭണ്ഡാരകത്തിന്റെ അധികാരിയാക്കി. തന്റെ ദാനം നിന്നെ ഫലമേൽപ്പിച്ചവനെ കുറവന്മാരുടെ ഗണങ്ങൾ ഒരുമിച്ച് സ്തുതിക്കുന്നു. സഹോദരേ, വരുവിൻ, ഈ ദിവരഹസ്യങ്ങൾ സ്വീകരിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവമേ, എന്റെ നിലവിളി കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്നവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. എനിക്കപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. ദൈവമേ, എന്നെ നിലവിളി കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. അങ്ങാണെന്റെ രക്ഷാകേന്ദ്രം, ശത്രുക്കൾക്കെതിരെയുള്ള സുശക്തദൂരം. അങ്ങാണെന്റെ രക്ഷാ
ശത്രുക്കൾക്കെതിരെയുള്ള സുശക്ത ഗോപുരം ഞാനങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും വസിക്കട്ടെ. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ. ദൈവമേ എന്റെ നിലവിളി കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ദൈവമേ അങ്ങന്റെ നേർച്ചകൾ സ്വീകരിച്ചു, അങ്ങയുടെ നാമത്തെ ഭയപ്പെടുന്നവർക്കുള്ള അവകാശം എനിക്ക് നൽകി. രാജാവിന് ദീർഘായുസ്സു നൽകണമേ, അവന്റെ സംവത്സരങ്ങൾ തലമുറകളോളം നിലനിൽക്കട്ടെ. ദൈവസന്നിധിയിലവൻ എന്നേക്കും സിംഹാസനസ്ഥനായിരിക്കട്ടെ. അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും അവനെ കാത്തു സൂക്ഷിക്കട്ടെ. മനുഷ്യരുടെ ആശയായി ഞങ്ങൾ ഭക്ഷിക്കാത്തൊരു ശരീരവും പാനം ചെയ്താത്തൊരു രക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ വൃതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നദ്ധയിൽ സന്തുഷ്ടിക്കും നിദാനമാകട്ടെ. സകലത്തിന്റെയും നാഥായിരിക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവേ, വിശ്വാസപൂർവ്വം ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്ക് കാരണമാകട്ടെ. യുഗങ്ങളുടെ രാജാവായ മിശിഹായി, നീ ദാസന്റെയും സൃഷ്ടാവിന്റെയും സാദൃശ്യമാകുന്നു. നിന്നിൽ വിശ്വസിച്ച സകലരുടെയും കരകളും കടങ്ങളും നിന്റെ ശരീരരക്തങ്ങളാൽ നിർമ്മാർജ്ജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വപൂർണനായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസത്തോടെ നിന്നെതിരേൽക്കുവാനും സ്വർഗീയഗണങ്ങളോടുകൂടി നിന്നെ സ്തുതിക്കാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. സ്തുതവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ പങ്കുചേരാൻ നീ ഞങ്ങൾക്ക് കൃപ നൽകി. ഔന്നത്യമായ ദാനത്തെ പ്രതി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവുത്തലും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ പ്രത്യാശയായ മിശിഹായി, വിശുദ്ധ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കുകയും പാപങ്ങൾ ക്ഷമിക്കുകയും നിത്യജീവന്റെ അച്ചാരം ഞങ്ങൾക്ക് നൽകുകയും ചെയ്തു. മാർത്തോമാ ശ്ലീഹായെപ്പോലെ ഞങ്ങളും നിന്നെ ഏറ്റുപറയുന്നതിനും ജീവിതത്തിലൂടെ നിനക്ക് സാക്ഷ്യം വഹിച്ച് നിത്യ സൗഭാഗ്യത്തിൽ എത്തിച്ചേരുന്നതിനും അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായി നയിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടകാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
അവയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. വഴിയായി ദൈവാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവ സകലേശൻ വിരവോടു നമ്മെ വർഷിച്ചു. സ്വർഗ്ഗത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ നയിച്ചല്ലോ. അക്ഷയ സൗഭഗവാനീടാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും എന്റെ രക്തം പാനം ചെയ്യും. നിരസിക്കുന്നു അവനിൽ ഞാൻ നിശ്ചയമായി. വിധിയിൽ വീഴാത്തവനെ ഞാൻ അന്തിമ ദിവസം ഉയർപ്പിക്കും. നിത്യായുസ്സവനേകും ഞാൻ യാതനകൾ ചെയ്തു. പങ്കാളികള അഖിലർക്കും ദൈവം കരുണായുള്ളട്ടെ. ദിവ്യാനുഗ്രഹം നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാദാനങ്ങൾ നൽകി അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെ നിന്നും ജീവൻ ദൈവികമാണ് ശുദ്ധിയുള്ള രഹസ്യങ്ങൾ കൈക്കൊണ്ടാരം അഖിലരിലും ദൈവം ചൊരിയട്ടെ. കുരിശടയാളം വഴിയാളാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമുക്ക് വേണ്ടി ദീപബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചത് ഫാദർ ടോണി എക്സിബിയസ് ആണ്. അച്ഛനെ ഇവിടെ ആലുവായിലെ കേരളത്തിൽ ആണ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അച്ഛനെ നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് പരിശുദ്ധാമ്മ വഴി ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഭാരതം കതിരു കണ്ടു ഭൂമുഖം തെളിവു കണ്ടു മാർഗത്തിലായി
മനം കവർന്ന ജീവിതം, ധൈര്യം പകർന്നു തന്ന ജീവിതം, ഗുരുവിൻ മനം കവർന്ന ജീവിതം, പരസേവനം പകർന്ന ജീവിതം, സുവിശേഷതീർത്തിയാർന്ന ജീവിതം. ഭാരതം കവിനു കണ്ടു, ഭൂമുഖം തെളിവു കണ്ടു, മാർത്തോമാ നീ തെളിച്ച മാർഗം